രാഹുൽ ഗാന്ധി ശശി തരൂരിൻ്റെ അടുക്കൽ ട്യൂഷന് പോകണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് സാർ ഈ രാഹുൽ ഗാന്ധിയോട് ശശി തരൂരിൻ്റെ അടുക്കൽ പോയി ട്യൂഷൻ പഠിക്കാൻ ഈ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്? അത് തീർച്ചയായിട്ടും ആരായാലും അങ്ങനെ പറയാൻ പറ്റൂ. കോൺഗ്രസ് തന്നെ അങ്ങനെ ചിന്തിക്കേണ്ടതാണ്. കാരണം ഇദ്ദേഹത്തിന് കുറച്ച് സ്റ്റഡി ക്ലാസ്സും ഒക്കെ കൊടുത്തതിന് ശേഷം വേണം ഇങ്ങനെയുള്ള വിഡിത്തങ്ങൾ ആളുകളുടെ മുമ്പിൽ വിളമ്പാൻ. വിദേശ രാജ്യങ്ങളിലെല്ലാം പോയി അദ്ദേഹം വിഡിത്തങ്ങൾ വിളമ്പി താനെന്തോ മഹാകാര്യം സാധിച്ചു എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഇതുപോലെയുള്ള വിഡിത്തങ്ങൾ പറയുകയാണ്. മഹാകാര്യങ്ങളാണ് പറഞ്ഞതെന്ന് ജയറാം രമേശും KC വേണുഗോപാലും മല്ലികാർജ്ജുൻ ഖാർഗെയും സ്തുതിപാഠകരാണ്. അതെ, കൈയടിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ എന്തൊരു ചില കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് തോറ്റു കഴിയുമ്പോൾ ഇത് എൻ്റെ കുറ്റം കൊണ്ടല്ല, ഞാനെല്ലാം കറക്റ്റാണ് എഴുതിയത്, 100% കറക്റ്റാണ്. പേപ്പർ അതെ, ഭൂമി ഉദാഹരണത്തിന് ഞാൻ ഞാൻ ഭൂമി പരന്നാണ് എഴുതി. അമ്മേ നോക്കമ്മേ, ഇവിടെ ഭൂമി പരന്നല്ലേ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഭൂമി ഉരുണ്ടതല്ല, ഗോളമല്ല എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിരിക്കുന്നു. ആ സാർ അതിന് മാർക്ക് തന്നില്ല എന്ന് പരാതിപ്പെടുന്ന പോലെ. അതായതിപ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ, അതായത് ഗാന്ധിയ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇദ്ദേഹം ഇതെന്ത് പറ്റി? ഒരു പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ ഒരു സ്റ്റേച്ചറില്ലേ, ഒരു നിലവാരമില്ലേ? ആ നിലവാരമില്ലാതെ അവിടെ ഇദ്ദേഹം എന്തെങ്കിലും തെളിവുണ്ടോ? ഇവരുടെ പാർട്ടിക്കാരുണ്ടല്ലോ, അവിടെ ഏതെങ്കിലും ഒരു അട്ടിമറി നടന്നതായിട്ട് ഒരു ഒറ്റ ആളിന് ഇന്ന് വരെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ ഈ അമ്മൂമ്മ ഭരിച്ചിരുന്നപ്പോഴത്തെ പോലെ അടിയന്തരാവസ്ഥയൊന്നുമില്ലല്ലോ. ഇതാരും പറയും ഇദ്ദേഹം ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുക. തോറ്റതിന് ഞാൻ തോറ്റതല്ല, അധ്യാപകനെ തോൽപ്പിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കുട്ടികളുടെ ബുദ്ധിമാന്ദ്യത്തോടു കൂടി തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളിന് പഠനം ആവശ്യമാണെന്ന് പറയുമ്പോൾ, പക്ഷെ അത് തരൂരിൻ്റെ അടുത്ത് പോയി ട്യൂഷൻ പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം വിവരമായിട്ട് കാര്യങ്ങൾ പറയുന്നു, കാര്യങ്ങളെ ശരിയായിട്ട് ഗ്രഹിച്ചിട്ട് അതിനെ അപഗ്രഥിക്കുന്നു അദ്ദേഹം. അത് എത്ര ചെയ്യുന്നുള്ളൂ. അത് നല്ല ഭാഷയിലും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്തിനുള്ള സേവനം, ഈ ഇന്ത്യയിലെ ഉത്തമനായ ഒരു പൗരൻ ചെയ്യേണ്ട ആ കൃത്യം അദ്ദേഹം നിർവഹിക്കുന്നു. രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് എതിരായിട്ടുള്ള ഒരു വൈകൃതമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഒരുതരം പെർവേർഷൻ. പക്ഷേ ഈ രാഹുൽ ഇപ്പോൾ പറഞ്ഞ മുഴുവൻ രാഹുലിൻ്റെ നിലപാടുകളെല്ലാം തരൂർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഈ അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാഷിങ്ടൺ DC സംസാരിക്കവേ ഈ രാഹുൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൊട്ടത്തെറ്റാണെന്നുള്ളതാണ് തരൂരിൻ്റെ അവകാശവാദം. തരൂർ പറയുന്നത് രാഹുലിൻ്റെ എല്ലാ നിലപാടുകളെയും തരൂർ തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. അതിപ്പോൾ സത്യവും അസത്യവും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. രാഹുലിനെ തല്ലി പറയുകയല്ല അദ്ദേഹം ചെയ്യുന്നത്, ശരിക്കും സത്യം വിളിച്ചു പറയുകയാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ളത്. വളരെ ഒരു ലിബറൽ പൗരനാണ് അദ്ദേഹം. അപ്പോൾ ഈ സത്യം പറയാതിരിക്കാൻ അദ്ദേഹം പറ്റില്ല, രാഷ്ട്രീയം പറയാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ നേട്ടത്തിന് വേണ്ടി അത് ഇങ്ങനെയാണെന്നുള്ള സങ്കുചിത മനസ്ഥിതിയോട് കൂടിയിട്ടുള്ള നുണ പറയുന്നില്ല. സത്യസന്ധമായിട്ട്, ഓപ്പണായിട്ട്, ഫ്രാങ്കായിട്ട്, ലിബറലായിട്ട് സത്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഇത്ര മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അദ്ദേഹം എന്ന് പറയുന്ന ഒരു വിശ്വപൗരനാണ്. പാകിസ്ഥാനോട് അത്രമേൽ വിരോധമൊന്നുമുള്ള ആളല്ല, അമേരിക്കയോട് വിരോധമുള്ള ആളല്ല. അവരെ എല്ലാം ഇഷ്ടപ്പെടുന്ന, അവരുടെ പല രീതികളെയും ബഹുമാനിക്കുന്ന ആളുമാണ് അദ്ദേഹം. പക്ഷേ ഇക്കാര്യത്തിൽ ഇന്ത്യ ചെയ്തത് 100% കൃത്യമായിട്ടാണ്, സത്യമായിട്ടാണ്. ശരിയായ ഡിപ്ലോമസി, നയതന്ത്രം ആണ് തരൂർ ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ശരിയായ നയമാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇവിടെ ഒരു തന്ത്രവുമില്ല, വാസ്തവത്തിൽ ഒരു തന്ത്രമില്ല ഇവിടെ ശശി തരൂരിന്. സത്യമാണ് പറയുന്നത്. വെളിപ്പെടുത്തി. അത് പാകിസ്ഥാനെതിരായിട്ട് തീരുന്നു, അത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് തീരുന്നു. അവിടെയാണ് ഈ പ്രശ്നം. സാർ, അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരുന്ന തരൂരിന് ഇനി കോൺഗ്രസിൽ സ്ഥാനം ഉണ്ടാകും? അല്ല, പെട്ടെന്ന് സ്ഥാനം നിഷേധിക്കാൻ പറ്റുകയില്ല. കാരണം ഒരു അച്ചടക്ക ലംഘനവും അദ്ദേഹം നടത്തിയിട്ടില്ല. രാജ്യത്തിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞു എന്നുള്ള ഒരു തെറ്റാണോ? അങ്ങനെ രാജ്യത്തെ സ്നേഹിച്ചു പോയി രാഹുലിനെ സംബന്ധിച്ച് അത് വലിയ തെറ്റും വെല്ലുവിളിയുമാണ്. അല്ല, അങ്ങനെ പറഞ്ഞ് നമുക്കൊരു വിശദീകരണം ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ചോദ്യം വേണ്ടി വരും. ആ ചോദ്യം ചോദിക്കുന്നതോടുകൂടി തന്നെ കോൺഗ്രസ് മുക്ത ഭാരതമായി കഴിയും ഇന്ത്യ. കാരണം നേരത്തെ നമ്മൾ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ വാക്കുകളാണ് അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിനെ പൊട്ടിക്കാനിടയാക്കിയത്. 2 മണ്ഡലങ്ങളിലും പൊട്ടിക്കാൻ അതിൽ ഇടയാക്കിയത്. അപ്പോൾ ഇനിയിപ്പോൾ വയനാട്ടിൽ വന്നാലും ബലൂൺ പോലെ പൊട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. കാരണം എന്താ? ശരിയായ മാർഗം ശശി തരൂർ മാത്രമല്ല, NDAയോട് എപ്പോഴും എതിരിടുന്ന കനിമൊഴിയും കേൾപ്പിച്ചു. കനിയുടെ സ്വർണ്ണമൊഴിയാണത്.
അതെ. ആ കനിവൂറുന്ന മൊഴിയാണ് അത് കേട്ടത്. അതുപോലെ തന്നെയാണ് ഒസസുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന എപ്പോഴും മോദിയെ എതിർക്കുന്ന ആൾ പറഞ്ഞത്. പാകിസ്ഥാനോട് അദ്ദേഹം ബഹ്റൈനിൽ വെച്ച് പറഞ്ഞത് കേട്ടോ, അതായത് നിങ്ങളുടെ രാജ്യത്തിനേക്കാൾ കൂടുതൽ 22 കോടി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഭൂമിയാണ് ഭാരതം. അതുകൊണ്ട് ഇസ്ലാമികമായിട്ടുള്ള തത്വശാസ്ത്രങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് വരരുത്. നിങ്ങൾ ഇന്ത്യയെ എതിർക്കുമ്പോൾ നിങ്ങൾ എതിർക്കുന്ന 22 കോടി മുസ്ലിങ്ങളെ ഓർത്തോ. ഇന്ത്യയിൽ വിഭജനം ഉണ്ടാക്കാൻ സാധ്യമല്ല. ഒരു വിഭജനം ഉണ്ടായി, ഇനി ഉണ്ടാവില്ല എന്ന് ഒവൈസി ഉറക്കെ പറഞ്ഞു. അതാണ് ദേശസ്നേഹം. മാത്രമല്ല ഭീകരതയുടെ ഉറവിടം പാകിസ്ഥാനാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. ഭീകരതയുടെ ഉറവിടം പാകിസ്ഥാനാണ്, അത് നിർത്തണം എന്ന് ശക്തമായ താക്കീത്. അത് ഒരുപോലെ സൽമാൻ ഖുർഷിദ് ചോദിച്ച ചോദ്യം, അത് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയോടാണ് ചോദിച്ചത്. അദ്ദേഹം ഈ രാജ്യസ്നേഹിയാകുന്നതിന് ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ, അത് അത്ര വലിയ കുറ്റമാണോ എന്നൊക്കെയാണ് സൽമാൻ ഖുർഷിദ് ചോദിച്ചത്. ഇവരൊക്കെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ള വ്യക്തികളാണ്. പക്ഷെ അവരുടെ ദേശസ്നേഹം ഇപ്പോൾ മിന്നും താരകൾ പോലെ ഇപ്പോൾ തിളങ്ങുന്നത് നമുക്കിപ്പോൾ വളരെ വ്യക്തമാണ്. പൗർണമി രാത്രി പോലെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അത്ര അവരെ അതുകൊണ്ടാണ് സാർ ഞാൻ ചോദിച്ചത്, ഈ മടങ്ങിയെത്തുന്ന ശശി തരൂരിനും സൽമാൻ ഖുർഷിദിനും ഒക്കെ ഇനി കോൺഗ്രസിൽ സ്ഥാനമുണ്ടാകുമോ? അവരോട് സഹകരിക്കാൻ അല്ലെങ്കിൽ അവരെ സഹകരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുമോ? അതാ ഞാൻ പറഞ്ഞത്, ഒരു അച്ചടക്ക നടപടിയിലേക്ക് പോകാൻ കഴിയില്ല, സഹകരിപ്പിച്ചേ മതിയോ. അങ്ങനെ പോയാൽ അങ്ങ് പറഞ്ഞതുപോലെ കോൺഗ്രസ് നിലംപരിശാവും, കോൺഗ്രസ് മുക്ത ഭാരതം യാഥാർത്ഥ്യമാണ് എന്ന് മാത്രമല്ല, അതിനൊരു പാർട്ടിയുടെ ഒരു ഭരണഘടന അനുസരിച്ചായാൽ പോലും അതിനൊരു നേരിയ ഒരു തരിമ്പെങ്കിലും ന്യായം വേണ്ടേ ചെയ്യുന്ന പ്രവർത്തികൾക്ക്? ദേശത്തെ സ്നേഹിച്ചു പോയ കുറ്റത്തിന് എങ്ങനെയാണ് ഒരാളിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയുക? അത് അവർക്ക് വളരെ വിഷമിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വകുപ്പുകൾ കണ്ടെത്തേണ്ടി വരും ബ്രെയിൻ സ്റ്റോമിങ് ചെയ്തുകൊണ്ട്. അത് നടക്കുകയില്ല. പക്ഷേ വരാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, വരാൻ പോകുന്ന കാലത്ത് ഇവരെ പാർട്ടിയുടെ പല വിഭാഗങ്ങളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ കോർ കമ്മിറ്റി, ഹൈക്കമാൻഡ്, പിന്നെ ദേശീയ ICC അംഗത്വം, വർക്കിംഗ് കമ്മിറ്റി ക്ഷണിതാവ് എന്നൊക്കെ പറയുന്ന ഇടങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നുമൊക്കെ പതുക്കെ പിൻവലിച്ച് താഴോട്ട് കൊണ്ട് ഒതുക്കും. CPM ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു രീതിയിലേക്കായിരിക്കും അവർ പോകുന്നത്. പക്ഷേ അവർ കോൺഗ്രസ്സിൽ ആ സമയത്ത് ഉണ്ടാവുകയില്ല. അവർക്ക് വേറെ, ഇവരെല്ലാം തന്നെ വളരെ ഉന്നത ശീർഷരായിട്ടുള്ള വ്യക്തികളാണ്, ഒരു സംശയമില്ല. ഹൈദരാബാദ് നൈസാമിൻ്റെ പിൻഗാമിയാണ് ഒവൈസി എന്ന് പറയുന്നത്. അതുപോലെ സൽമാൻ ഖുർഷിദ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ സാക്കിർ ഹുസൈൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ്റെ ദൗഹിത്രനാണ്. ആ കുടുംബത്തിൽ പറഞ്ഞ ഒരാളാണ്, ദേശീയ മുസ്ലിമാണ്. അതുപോലെ പിന്നത്തെ ആൾ ശശി തരൂർ നമുക്കറിയാം. അദ്ദേഹം ഒരു ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ്. മോശക്കാരൊന്നുമല്ല, ലോകകാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. ഫ്ലുവൻ്റായിട്ട് ലോക നേതാക്കളുടെയൊക്കെ പേരറിയാവുന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. കാര്യങ്ങൾ അറിയാവുന്ന, ലോക നേതാക്കളുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ബന്ധം പുലർത്തുകയും ഇതിനെക്കുറിച്ചൊക്കെ നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നു. അല്ല വിവരദോഷിയായിട്ടുള്ള ഒരാളല്ല, കാര്യം അറിയാതെ വിഡ്ഢിത്തവും വിടുവായത്തരവും പറയുന്ന ആളല്ല, ഒരു മന്ദബുദ്ധിയല്ല എന്നുള്ളതാണ്. ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആളല്ല, തിളങ്ങുന്ന ബുദ്ധിയുള്ള ആൾക്കാരാണ് ഇവരെല്ലാം എന്നുള്ളതാണ്. അതുപോലെ കനിമൊഴി തന്നെ എപ്പോഴും സ്വയംഭരണം, തമിഴ്നാടിൻ്റെ പോലും സ്വയംഭരണം, ഭാഷയുടെ ആ മേൽക്കോയ്മ. ഇപ്പോൾ കർണാടകവുമായിട്ട് വരെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും തമിഴാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭാഷ, ഏറ്റവും പഴയ ഭാഷ എന്നല്ല പറഞ്ഞത്. ഡൈവേഴ്സിറ്റി, യൂണിറ്റിയും പ്ലൂറലിസവുമാണ് ഇന്ത്യയുടെ ഭാഷ എന്ന് പറഞ്ഞ ആ പറച്ചിലുണ്ടല്ലോ, അത് ബൗദ്ധികമായ ഒരു സൗന്ദര്യത്തിൻ്റെ നിദർശനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തന്നെയല്ല, കുസൃതി ചോദ്യത്തിന് കൊടുത്ത കാരണത്തടി കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.